സർവകലാശാല കലോത്സവം എത്രയോ വർഷങ്ങളായിട്ട് തുടരുന്ന ഒന്നാണ്. നമ്മുടെ കേരളത്തിന് മാത്രം കഴിയുന്നതാണ് ഇത്തരത്തിൽ ജനപ്രതിനിധികളും ഗവൺമെൻറ്റും പൗരപ്രതിനിധികളും എല്ലാവരും പേരൻസും എല്ലാവരും സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി സർഗാത്മക ആവിഷ്കാരത്തിന് വേദികൾ സൃഷ്ടിക്കുക എന്നുള്ളത്. നമ്മുടെ സ്കൂൾ കലോത്സവം ഒരു ഉദാഹരണമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവം എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നു. കേരള സർവകലാശാല യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ കലാമേഖലകളിൽ വൈവിധ്യപൂർണമായ നിലയിലുള്ള കലാമേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒട്ടേറെ പ്രതിഭകൾ ഉയർന്നു വന്നിട്ടുള്ള കലോത്സവമാണ് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം. അത് നടത്താൻ പാടില്ല എന്നുള്ള നിഷേധാത്മക നിലപാട് എടുക്കുന്നത് തീർച്ചയായും ഒരു വൈസ് ചാൻസലർക്ക് ഭൂഷണമായ കാര്യമായിട്ട് തോന്നുന്നില്ല. കുട്ടികളുടെ കലാവൈഭവം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ നേതൃത്വ പാഠവും സംഘാടന വൈഭവവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനും വലിയ രീതിയിൽ കലോത്സവങ്ങളുടെ സംഘാടനം അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ അത് ഒഴിവാക്കി പോകുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. വൈസ് ചാൻസലർ ഒരു വൈരാഗ്യപരമായ നിലപാടാണ് അക്കാദമിക് സമൂഹത്തോടും വിദ്യാർത്ഥികളോടും ഒക്കെ പുലർത്തി പോരുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ കലോത്സവമാണ് നേരത്തെ നടത്തിയിട്ടുള്ളത്. ഈ വർഷത്തെ കലോത്സവം ഈ വർഷത്തെ പ്രതിഭകൾക്ക് മാറ്റുരയ്ക്കാനുള്ള അവസരമാണ്. അത് നിഷേധിക്കാൻ പാടില്ല. അനാവശ്യമായ തർക്ക വിതർക്കങ്ങളിലേക്ക് പോകുന്നത് യാതൊരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകേണ്ട ബന്ധമാണ് വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ ഉണ്ടാകേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ വാശിയാണ് എല്ലാ കാര്യത്തിലും വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ആ സർവകലാശാല മികച്ച ഗ്രേഡുകളും ഉയർന്ന റാങ്കും നേടി നല്ല പെർഫോമൻസോടെ മുന്നോട്ട് പോകുകയായിരുന്നു. നേരത്തെയുള്ള വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും വളരെ കഠിനാധ്വാനം ചെയ്താണ് കേരള സർവകലാശാലയ്ക്ക് നാക് അക്രഡിറ്റേഷനിൽ A++ നേടാൻ സാധിച്ചത്. അതുപോലെ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്താണ് NIRF റാങ്കിങ്ങിൽ. ഇതെല്ലാം സാധിച്ചത് നേരത്തെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും കൈകോർത്ത് പിടിച്ച് നടത്തിയ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ്. പക്ഷേ അതിനൊക്കെ തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് ഇപ്പോഴത്തെ VC സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒട്ടും അഭിലഷണീയമായ കാര്യമല്ല. അത്രേ എനിക്കിതിൽ പറയാനുള്ളൂ. വൈസ് ചാൻസലറോട് സംസാരിച്ച് നോക്കാം. പക്ഷേ വൈസ് ചാൻസലർ ആ നിലയിലൊക്കെ സംസാരം കൊണ്ട് മാറ്റമുണ്ടാകുന്ന ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള ഒരു രീതി പുലർത്തിപ്പോരുന്നു. അത് ഒരു ഭരണാധികാരിക്കും ചേർന്ന ഒരു കാര്യമാണെന്ന് കരുതുന്നില്ല. ഇപ്പോൾ നമ്മൾ അക്കാദമിക് ജീവിതത്തിൽ ഒരുപാട് വൈസ് ചാൻസലർമാരെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റ് മെമ്പറായും അക്കാദമിക് കൗൺസിൽ മെമ്പറായും ഒക്കെ തന്നെ. ഇങ്ങനെ വാശിയോടുകൂടിയിട്ടല്ല സർവകലാശാല ഭരണാധികാരികൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ അവരോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. ഉള്ള പോസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിയമനം നടന്നു വരിക. ഒരു കാലാവധിയും കഴിയാറായിട്ടില്ല. കഴിയാറായ ലിസ്റ്റിൽ നിന്നൊക്കെ നിയമനം നടക്കുന്നുണ്ട്.